എങ്ങനെ പെണ്ണിനെ വളയ്ക്കാം പറഞ്ഞുതരാം. പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി നോ ആക്രാന്തം. ആക്രാന്തത്തിൽ പോയി ചെന്ന് പെണ്ണിനെ വളയ്ക്കാൻ ശ്രമിക്കരുത്. ഒലിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കരുത്. മനസ്സിലായല്ലോ? ഒലിപ്പിച്ചുകൊണ്ട് നടന്നു, അതായത് ആ പെണ്ണിൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമാണോ, പ്രേമമാണോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തിൻ്റെ പിന്നാലെ നടന്ന് അവൾക്ക് തോന്നും ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്തോ ഒരു സൗന്ദര്യ കട്ടയാണ്, ഞാനെന്തോ വലിയ സംഭവമാണെന്ന് അവൾ കരുതും. അതുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് പോകല്ലോ. ഏത് പെണ്ണിൻ്റെ പിന്നാലെ ആയാലും അവൾ നമ്മുടെ പിന്നാലെ വരണം. അതിനാദ്യം ആൺകുട്ടികൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ നോക്കി നോട്ടം. ആൺകുട്ടികൾക്ക് പെട്ടെന്നൊരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റിയ ഒന്നാണ് പെരുമാറ്റവും നോട്ടവും. ഏത് പെണ്ണും മയങ്ങി വീഴുന്ന ഒന്നാണ് ആണിൻ്റെ പെരുമാറ്റം. എങ്ങനെ പെണ്ണിനെ വളയ്ക്കാം പറഞ്ഞുതരാം. പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി നോ ആക്രാന്തം. ആക്രാന്തത്തിൽ പോയി ചെന്ന് പെണ്ണിനെ വളയ്ക്കാൻ ശ്രമിക്കരുത്. ഒലിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കരുത്. മനസ്സിലായല്ലോ? ഒലിപ്പിച്ചുകൊണ്ട് നടന്നു, അതായത് ആ പെണ്ണിൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമാണോ, പ്രേമമാണോ എന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തിൻ്റെ പിന്നാലെ നടന്ന് അവൾക്ക് തോന്നും ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്തോ ഒരു സൗന്ദര്യ കട്ടയാണ്, ഞാനെന്തോ വലിയ സംഭവമാണെന്ന് അവൾ കരുതും. അതുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണിൻ്റെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് പോകല്ലോ. ഏത് പെണ്ണിൻ്റെ പിന്നാലെ ആയാലും അവൾ നമ്മുടെ പിന്നാലെ വരണം. അതിനാദ്യം ആൺകുട്ടികൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ നോക്കി നോട്ടം. ആൺകുട്ടികൾക്ക് പെട്ടെന്നൊരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റിയ ഒന്നാണ് പെരുമാറ്റവും നോട്ടവും. ഏത് പെണ്ണും മയങ്ങി വീഴുന്ന ഒന്നാണ് ആണിൻ്റെ പെരുമാറ്റം.